ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി സഹകരിച്ചു എന്നാരോപിച്ച് തെഹ്റാനിൽ രണ്ടുപേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. മുഹമ്മദ് അമീൻ മഹ്ദവി ഷായസ്തി, മജീദ് മൊസായബി എന്നിവരെയാണ് തൂക്കിലേറ്റിയത്. മുഹമ്മദ് അമീൻ ഷായസ്തി എന്ന രാഷ്ട്രീയ തടവുകാരനെ ഇസ്ലാമിക വിശുദ്ധതകളെ അപമാനിച്ചു, ശത്രുവുമായി സഹകരിച്ചു എന്നാരോപിച്ചാണ് മരണശിക്ഷയ്ക്ക് വിധിച്ചത്. 2023 അവസാനത്തോടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇയാൾ മൊസാദുമായി ബന്ധപ്പെട്ട ഒരു സൈബർ ടീമിന്റെ തലവനാണെന്നാണ് വാർത്താ ഏജൻസിയായ തസ്നീം പറയുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം 11ാം ദിവസത്തിലേക്ക് നീളുന്നതിനിടെ തിങ്കളാഴ്ചയാണ് ഷായസ്തിയുടെ വധശിക്ഷ നടപ്പാക്കുന്നത്. ചാരവൃത്തിയും ഇസ്രായേലുമായുള്ള സഹകരണവും ഉൾപ്പെടുന്ന കേസുകൾ വേഗത്തിലാക്കാൻ പുതുക്കിയ ശ്രമം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ വധശിക്ഷ. വിശദമായി നോക്കാം. ഷായസ്തിയുടെ വധശിക്ഷ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇറാൻ നിരവധി വധശിക്ഷകൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇറാൻ മനുഷ്യാവകാശ സംഘടനയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 2 മാസത്തിനിടെ രാജ്യത്ത് 300-ലധികം പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇറാനിയൻ അധികൃതർ നിരവധി അറസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. ഫാൾസ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഖോം പ്രവിശ്യയിൽ പോലീസ് ഇസ്രായേൽ ചാരസേവനങ്ങളുമായി ബന്ധപ്പെട്ട് 22 വ്യക്തികളെയാണ് ജൂൺ 13 മുതൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ചയാണ് മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് മജീദ് മൊസായബി എന്നയാളെ ഇറാൻ വധിച്ചത്. പിന്നാലെ മുഹമ്മദ് അമീൻ മഹ്ദവി ഷായസ്തിയെയും തൂക്കിലേറ്റി. ഇറാൻ മാധ്യമങ്ങളിൽ ചാരവൃത്തിയുടെയും വിമത പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ഒരു പേരാണ് ഷായസ്തി. ഇറാൻ തീവ്രവാദ സംഘടന എന്ന് മുദ്രകുത്തിയ UK ആസ്ഥാനമായുള്ള TV ചാനലായ ഇറാൻ ഇന്റർനാഷണലുമായി ബന്ധം സ്ഥാപിച്ചുവെന്നും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. 2022-ൽ 22-കാരിയായ മഹ്സ അമിനി ഇറാന്റെ കർശനമായ ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ച് മത പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ വ്യാപക പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. തലമൂടുന്ന ശിരോവസ്ത്രം ധരിക്കാത്ത കുറ്റത്തിനാണ് അമിനിയെ പിടികൂടിയത്. മത പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ തലയ്ക്കടിയേറ്റാണ് അമിനി കൊല്ലപ്പെട്ടതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇറാൻ അധികൃതർ ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. മഹ്സ അമിനിയുടെ കൊലപാതകത്തെ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഇറാൻ ഇന്റർനാഷണൽ രാജ്യവിരുദ്ധ പ്രചാരണം നടത്തിയെന്ന് സർക്കാർ ആരോപിച്ചിരുന്നു. ഈ സ്ഥാപനവുമായി ഷായസ്തി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിട്ടതായി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഷായസ്തിയുടെ ചാരവൃത്തിയെക്കുറിച്ച് ഇറാൻ പ്രത്യേക തെളിവുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. വിചാരണ പൂർത്തിയാക്കിയ ശേഷം ഇറാൻ സുപ്രീം കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു. എന്നാൽ ഷായസ്തി ഒരു ചാരനല്ല എന്നും നിരപരാധിയായ പ്രതിഷേധക്കാരനാണെന്നും ചൂണ്ടിക്കാട്ടി ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ആക്ടിവിസ്റ്റുകളും ഇറാൻ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഷായസ്തിക്ക് മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം നിർബന്ധിത കുറ്റസമ്മതത്തിന് വിധേയനായെന്നും ആരോപണങ്ങളുണ്ട്. യുദ്ധവാർത്തകൾക്കിടയിൽ ഭരണകൂടം ഇറാനുകളെ നിശബ്ദരാക്കുകയാണ്. ഷായസ്തിയുടേത് കരുതിക്കൂട്ടിയ ഒരു വധശിക്ഷയായിരുന്നുവെന്നും എക്സ് പോസ്റ്റുകളിലൂടെ ആളുകൾ ആരോപിക്കുന്നു. അന്താരാഷ്ട്ര ശ്രദ്ധയും നീതിയും ആവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു. ഞായറാഴ്ചയാണ് ഇറാന്റെ ജുഡീഷ്യറി മേധാവി ഖോലാം ഹുസൈൻ മൊഹ്സെനി എജെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട സുരക്ഷാ കേസുകൾ ഇനി കൂടുതൽ വേഗത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ശത്രുവിന്റെ 5ാം നിരയായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് സർക്കാരിന്റെ പൂർണ്ണ ശക്തി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും എജെ നൽകിയിരുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയ്ക്ക് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പാക്കുന്ന രാജ്യമാണ് ഇറാൻ. UN മനുഷ്യാവകാശ ഓഫീസിന്റെ കണക്കനുസരിച്ച് 2024-ൽ ഇറാനിൽ 901 പേരെ തൂക്കിക്കൊന്നിരുന്നു. 2023-ൽ 853 ആയിരുന്നു കണക്ക്.